മച്ചാൻ വരെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മളെ ചെറുതനിച്ച് കൂടെ ഒരു പുതിയ രീതിയിലാക്കണമെന്ന്. അപ്പോൾ അത് ഞാൻ ഒത്തിരി വീഡിയോകളൊക്കെ യൂട്യൂബിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കി. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ളൊരു കൂട്, ഇത് ഒരു കൂടാണ്, ഇത് 2 അടപ്പായിട്ടാണ്. അപ്പോൾ ഇതിൽ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ തേനിനുള്ള പ്രത്യേകിച്ചുള്ള അറയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടിപൊളി വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഈ കൂട് വെച്ച് അതെങ്കിൽ ഇതല്ല നമ്മളെ പഴയ കൂട് വെച്ച് അതേപോലെ പഴയ സെറ്റ് ചെയ്തിരിക്കുന്ന കൂടൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി അതിലിങ്ങനെ നമ്മളെ കുറച്ച് മൺപാത്രത്തിലുള്ള, അതായത് നമ്മളെ പഴയ പാത്രത്തിലേക്കുള്ള കൂടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളിതിന് മുമ്പ് പലകയിലൊക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് കൂടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പുതിയ കൂടെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി എല്ലാ കൂടുകളും, അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ പിരിച്ച് നമ്മൾ ഇതിലോട്ട് സെറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊക്കെ ഞാൻ നേരത്തെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ പുതിയ കൂട്ടിലേക്ക് ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ നമ്മളെ ചാനലിലൂടെ കസബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കും. അപ്പോൾ ഞാൻ ഇവിടുത്തെ പഴയ കൂടുകളോടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ തുടങ്ങിയ സമയത്തായിട്ടൊക്കെ ഉള്ള കലത്തിൽ വെച്ചിട്ടുള്ള കൂടുകൾ. അപ്പോൾ ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ സാധാരണ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ 2 പിരിച്ചൊക്കെയാണ് നമ്മളിങ്ങനെ മാറ്റുന്നത്. അതായത് നമ്മൾ റാണിയും മുട്ടയും പൂമ്പൊടിയും തേനും അങ്ങനെ മാറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മച്ചാൻ വരെ ഇത് നമ്മുടെ അടുത്തുള്ളൊരു പാലം കൂടാണ്. ഇതും അതുപോലെ തന്നെ ഒരു മൺപാത്രമാണ്. അപ്പോൾ നമ്മളിതൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ തുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, അതായത് കുറച്ച് മാത്രമേ നമുക്കിതിനകത്ത് എത്ര വലിയ നല്ല സ്ട്രെങ്ത്തുള്ള കോളനി ആയിരുന്നാലും കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കൂട് ശരിക്കും വലുതാണ്, ഒരുപാട് വലുതാണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഇത്രയും വലിയ കൂട് നമുക്ക് ആവശ്യമില്ല. ഞാൻ പല രീതിയിലുള്ള കൂടുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്, പല രീതിയിലുള്ള കൂടുകളും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ ഈ തേനെടുക്കാനൊക്കെ നമ്മൾ ഈ കൂട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും. അതായത് ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഞാൻ നോക്കിയിട്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ആ പുതിയ കൂട് വളരെ അടിപൊളി കൂടാണ്. അതായത് നമുക്ക് മുട്ട, അതേപോലെ തന്നെ മുട്ടയും പൂമ്പൊടിയൊന്നും അധികം വേസ്റ്റ് ആവാതെ, അല്ലെങ്കിൽ അതിൽ വെച്ച് തന്നെ നമുക്കത് സെറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ലാസ്റ്റായിട്ട് ചെയ്ത മരപ്പലകയുടെ ഒരു കൂട്. അതായത് വെറും വേസ്റ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി, അതായത് അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതൊക്കെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ നല്ലതും നമുക്ക് സൗകര്യവും അതുപോലെ തന്നെ ഈച്ചകൾ പെട്ടെന്ന് ഒരുപാട് വർദ്ധിപ്പിക്കാനും എല്ലാത്തിനും നമ്മളെ ആ കുഞ്ഞു കൂടാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ ആ കൂടിൻ്റെ റേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സകല പണിയും, അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും അതൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാമായിട്ട് ഞാനൊരു അടിപൊളി ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്കും ചെറുതനിച്ച കോളനി ഇതേപോലെ ചെറുതനിച്ച കൂടൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളും ചെറുതനിച്ച കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റൊക്കെ അയയ്ക്കുക. കാര്യം നമുക്ക് കുറേ ഒരുപാട് കൂടുണ്ട്, പക്ഷേ ഞാൻ കുറച്ച് കൂട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ പുതിയ ബോക്സിലാണ്. കാര്യം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് പേര് അങ്ങനെ ചെയ്തിരിക്കുന്നു. നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് അതിൽ നിന്ന് പറയുന്നതും ഞാനത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് അത് തോന്നുന്നത്. അപ്പോൾ മച്ചാൻ വരെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.